വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘാവുണ്ട്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണൊക്കെ ഇങ്ങനെ വന്നെത്താനായല്ലേ, നാളെ 1-ാം ഓണമാണ്. അപ്പം ഞാൻ കുറച്ച് ലേറ്റ് ആണെന്ന് അറിയാം, പക്ഷേ എനിക്കൊരു ചെറിയൊരു എൻ്റേതായിട്ടുള്ള രീതിക്ക് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു ഓണത്തിന് ഒരുങ്ങുന്ന രീതിക്ക്. അപ്പം അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ലുക്ക് ആട്ടോ. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. അപ്പം നിങ്ങൾക്കൊക്കെ വീട്ടിൽ നിങ്ങളുടെ അടുത്തുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണ് അത് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് വേഗം തന്നെ ഈ ലുക്ക് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ യൂസ് ചെയ്യുന്നത് ഒരു ടോണറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതൊരു മേക്കപ്പ് ലുക്ക് അത് ഭയങ്കര സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്കിൻ കെയർ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പിൻ്റെ ഒരു ഔട്ട് നിങ്ങൾക്ക് കിട്ടുന്നതും നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിലോട്ട് ആ മേക്കപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. പിന്നെ ഇതൊരു പ്രൊഫഷണൽ രീതിക്കുള്ള മേക്കപ്പ് ലുക്ക് ഒന്നുമല്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടോണർ യൂസ് ചെയ്ത ശേഷം ഞാനൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോണർ ഞാൻ പ്ലമ്മിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മോയ്സ്ചറൈസർ .NKൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, കാരണം നിങ്ങൾ ഓണം ലുക്കൊക്കെ എന്തായാലും പകലല്ലേ ചെയ്യുന്നുണ്ടാവുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ സൺസ്ക്രീനും നമ്മുടെ മോയ്സ്ചറൈസറും ഒക്കെ ഒന്ന് സ്കിന്നിൽ സെറ്റായി കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ മേക്കപ്പിൻ്റെ ഇതിൽ പ്രൈമർ ആട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു മേക്കപ്പ് ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടോ ഈ ഒരു മേക്കപ്പ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൈമർ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പോസ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്രൈമർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് NYBയുടെ പ്രൈമറാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആട്ടോ. ഇത് നമ്മുടെ മേബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ആണ്. ഇത് ഞാൻ ഒരു 200 റേഞ്ചിലാണ് വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനിൽ നിന്ന്. പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ 300 സംതിങ് റുപ്പീസ് വരുന്നുണ്ട്. പക്ഷെ ഇത് നല്ലൊരു ഫൗണ്ടേഷൻ ആണ്, നമുക്ക് അത്യാവശ്യം ഒരു കവറേജ് കിട്ടും. അപ്പം ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ സ്കിന്നിനേക്കാളും ഒരു 1 or 2 ഷെയ്ഡ്സ് ലൈറ്റർ ഷെയ്ഡാണ്. പക്ഷേ എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് ഓക്സിഡൈസ് ആവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ ഷെയ്ഡ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഷെയ്ഡ് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡായിട്ടോ സെലക്ട് ചെയ്യുക. കാരണം കുറച്ച് കഴിഞ്ഞ് ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു എടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് അത് സ്കിന്നിലോട്ട് ബ്ലെൻഡായിട്ട് ഓക്സിഡൈസ് ആകുമ്പോൾ എൻ്റെ സ്കിൻ കളറായിട്ട് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടും പിന്നെ എൻ്റെ കൈ വെച്ചിട്ടും ഫൗണ്ടേഷൻ നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സ്കിന്നിലോട്ട് അതങ്ങ് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ, അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്തുള്ളത് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊക്കെ ചെറിയൊരു ഗ്യാപ്പ് പോലെ വന്നിട്ടുള്ളതൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രണ്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴ്ഭാഗം മാത്രം ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ബാക്കിൽ ഉണ്ടാവുന്ന ബ്രഷ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തറിയും, നമ്മളിങ്ങനെ എന്തോ വരച്ച് വെച്ചിട്ടുള്ള പോലെ എടുത്തറിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള ഐബ്രോസ് ഉള്ള ആളാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഓൾ ലുക്ക് തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ നമ്മൾ പുരികം ഫില്ല് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൻ്റെ ലുക്ക് മാറും. ഇനി നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഞാൻ ഐ ഷാഡോ ഇടുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് കോമ്പാക്റ്റ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓയിലി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് അധികം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ, ജസ്റ്റ് ഒന്ന് മാറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഐഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു മാസിൻ്റെ ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു പാലറ്റാണ്. ഇതിൽ തന്നെ 9 ഷെയ്ഡ്സ് ഐഷാഡോസ് വരുന്നുണ്ട്, പിന്നെ ബ്ലഷ് വരുന്നുണ്ട്, ഹൈലൈറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ളൊരു ഐഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇതൊന്നൊരു പിങ്ക് ഷെയ്ഡാട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് അതായത് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് ഏകദേശം ഒരു മാച്ച് എന്നുള്ള രീതിക്ക് ഒരു ഐഷാഡോ ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ പിങ്ക് നമുക്ക് എല്ലാ ലുക്കിനും അത്യാവശ്യം മാച്ച് ചെയ്ത് പോകുന്നതായതുകൊണ്ട് ഞാൻ പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലൂ മിക്സ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഐ ലുക്ക് ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുകയാണ്. അപ്പോൾ എത്രത്തോളം സെറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിക്ക് ഒരു ഐ ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണേ. ഇനി ഞാനിതിൽ കാണുന്ന ഒരു ഗ്ലിറ്ററിങ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ, നല്ല ബ്ലൂ കളർ ഷെയ്ഡ്. ആ ഒരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. കാരണം എൻ്റെ ബ്ലൗസ് അതുപോലെ തന്നെ സാരിയിലൊക്കെ ബ്ലൂ ഷെയ്ഡ് വരുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഗ്ലിറ്ററിങ് ഷിമ്മർ ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഷിമ്മർ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലൂ. അത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്രഷ് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ബ്രഷും പിന്നെ കൈ വെച്ചിട്ട് മൊത്തത്തിൽ ഈ ഒരു ഐ ഷാഡോ ലുക്ക് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്.
പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക. കാരണം എൻ്റെ ഫ്രണ്ടിൽ ഇത് കണ്ണാടിയോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഫോണിലോട്ടും അതേപോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഈ ഒരു കോമ്പാക്റ്റിൻ്റെ ഇതിലോട്ട് നോക്കിയിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ഡാസ്ലറിൻ്റെ പെൻ ഐലൈനർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കണ്ണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര എന്താ പറയുക തിന്നായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭയങ്കര എന്താ പറയുക തിക്ക് കുറഞ്ഞിട്ടുള്ള രീതിക്ക് അങ്ങനെയും വരയ്ക്കാം. തിക്കായിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിലാണ് കേട്ടോ കണ്ണെഴുതി കൊടുക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് തിക്നെസ്സിൽ എഴുതുന്നതാണ് ഇഷ്ടം. എൻ്റെ കണ്ണ് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു കണ്ണ് ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത കണ്ണും അതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കണ്ണും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്കാര ഇട്ട് കൊടുക്കണം കേട്ടോ. മസ്കാര നിങ്ങൾ നിർബന്ധമായിട്ട് ഇടുക. കാരണം നിങ്ങളുടെ കണ്ണിന് മൊത്തത്തിൽ എന്താ പറയുക ഒരു നല്ലൊരു ഉണർവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീൽ തരും കേട്ടോ നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ. മസ്കാര നിങ്ങളിപ്പോൾ കണ്ണ് എഴുതിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ മസ്കാര അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാഷസ് ഇങ്ങനെ എന്താ പറയുക നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് നിൽക്കുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് ഡാസ്ലറിൻ്റെ മസ്കാരയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. 60 രൂപ അങ്ങനെ ഉള്ളൂ ഈ ഒരു മസ്കാരയ്ക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മസ്കാരയാണ് കേട്ടോ. നിങ്ങൾ ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ താഴെയുള്ള പീലിൽ കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ കണ്ണിൻ്റെ താഴെയുള്ള പീലിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു എന്താ പറയുക മൊത്തത്തിൽ കണ്ണിന് നല്ലൊരു ഭംഗി ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിൻ്റെ ആ ഒരു ഐ ഷാഡോ ആ ഒരു മൊത്തത്തിലുള്ള പാലറ്റിൽ തന്നെയുള്ള ബ്ലഷാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ബ്ലഷ് വരുന്നതുകൊണ്ട് നമുക്ക് ബ്ലഷിന് വേറെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ ബ്ലഷ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോമ്പാക്ട് പൗഡർ ഇടുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്, എന്നിട്ടാണ് കോമ്പാക്ട് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. അപ്പോൾ കോമ്പാക്ട് വെച്ചിട്ട് ഞാൻ എന്താ പറയുക എല്ലായിടത്തും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെത് ഓയിലി കൈൻഡ് ഓഫ് ഒരു സ്കിൻ ടൈപ്പാണ് കേട്ടോ, നോർമൽ ടു ഓയിലി ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്ക് കോമ്പാക്റ്റ് ഇട്ട് സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഓൾവേസ് നിങ്ങളുടെ ഫേസിൽ മേക്കപ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടോ അത് നിങ്ങളുടെ നെക്കിൽ ഓൾസോ ചെയ്യാം കേട്ടോ. അപ്പം ആ ഒരു കളർ ഡിഫറൻസ് എടുത്തറിയില്ല. ഇനി ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഓൾറെഡി നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാസ്ലറിൻ്റെ ഹാസൽനട്ട് കപ്പ് ഷെയ്ഡ് ഉണ്ടല്ലോ അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പിങ്ക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് DLG 004 ഇങ്ങനെ ഒരു 3-4 ഷെയ്ഡ് ഞാൻ മിക്സ് ചെയ്ത് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ, ഏതാണ് ഭംഗിയുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടിടുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലോട്ട് എത്തും കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്ത് ഇടാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡിലോട്ട് എത്തിച്ചേരും. അപ്പോൾ എനിക്ക് ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഡാസ്ലറിൻ്റെ ബ്രോഡ്ബെറി ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്ത ശേഷം അപ്പോൾ കണ്ടോ നല്ലൊരു പിങ്ക് ബ്രൗൺ അണ്ടർടോണുള്ള ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ മാസിൻ്റെ തന്നെ ഐ ഷാഡോ പാലറ്റിൽ ഹൈലൈറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹയസ്റ്റ് പോയിന്റ്സിൽ നോസിൽ അതായത് നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്ത്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മൂക്ക് ഇങ്ങനെ എടുത്ത് നിൽക്കും കേട്ടോ. അതേപോലെ നമ്മുടെ മൂക്കിന് ഇങ്ങനെ ഒരു നീളം തോന്നിക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ബ്ലഷ് ഇട്ടതിൻ്റെ മോൾ ഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹയസ്റ്റ് പോയിന്റ്സ് ഏതൊക്കെയാണ് അവിടേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചുണ്ടിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ലിപ്സ് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലായിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു സെറ്റിംഗ് സ്പ്രേ ആണ്, നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും നമ്മൾ ഇട്ടിട്ടുള്ള അതുവരെ ഒന്ന് എടുത്ത് നിൽക്കുന്നത് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡായിട്ട് സെറ്റായിട്ട് നല്ലൊരു ഫിനിഷ് കിട്ടും കേട്ടോ. നമ്മുടെ മേക്കപ്പ് മൊത്തം ചെയ്തിട്ടുള്ളതിന് അതുവരെ എടുത്ത് നിന്നതെന്ന് അതായത് ഈ ഒരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ മേക്കപ്പ് നല്ല സെറ്റായിട്ടുണ്ടാവും. നമുക്ക് തന്നെ അത് പേഴ്സണലി ഫീൽ ചെയ്യും കേട്ടോ, അങ്ങനെ മൊത്തത്തിൽ ഒരു വ്യത്യാസം ഉള്ളതുപോലെ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ അത് നോർമലി ഞാൻ ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈലാണ്, എപ്പോഴും ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈൽ തന്നെയാണ്. നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടൊരു പഫ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മറ്റേ ഭാഗത്തും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു പഫ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിൽ എന്താ പറയുക ഹെയർ പിന്നോ അല്ലെങ്കിൽ ടിക്കൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്, പിന്നെ സ്കൂളിലും അതുപോലെ തന്നെ കോളേജസിലൊക്കെ ഓണപരിപാടി കഴിഞ്ഞോ എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കമ്മൽ ഏതിടും എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. ഒരു ജുംക്ക പോലത്തെ ഉണ്ട്, പിന്നെ വേറൊരു ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും എനിക്കിഷ്ടമായി. അപ്പോൾ ഞാൻ ഏതിടണമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ അതവിടെ വെച്ചു. പിന്നെ ഈ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു ജുമുക്കയാട്ടോ ഞാൻ ഫൈനലൈസ് ചെയ്തത്. കാരണം നമ്മളെപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള സാരീസ് ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെയൊക്കെ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ജുമുക്കയല്ലേ. എനിക്ക് പിന്നെ ജുമുക്കാസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ബ്ലാക്ക് പൊട്ടാട്ടോ ആദ്യം തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും അതല്ലേ കുത്തുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വൈറ്റ് സ്റ്റോണിൻ്റെ പൊട്ട് വെച്ചു. പക്ഷേ എനിക്ക് ബ്ലാക്ക് പൊട്ട് വെച്ചതും എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ചിലപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയ ഓണത്തിൻ്റെ അന്നായിരിക്കാനാണ് ചാൻസ് ഉള്ളത്. കാരണം എനിക്കിത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുമോ അറിയില്ല. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന 1-ാം ഓണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. ഇനി നമുക്ക് മുല്ലപ്പൂ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുല്ലപ്പൂ ഞാൻ തന്നെയാണ് ഒറ്റയ്ക്ക് വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാട്ടോ ഒറ്റയ്ക്ക് മുല്ലപ്പൂ വെക്കുന്നത്. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുകളിലോട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് താഴെ കൂടെ ഇങ്ങനെ ചുറ്റി ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അതായത് മുകളിലോട്ട് ഞാൻ ചുറ്റി വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂ നന്നായിട്ട് താഴെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഹെയർ താഴോട്ടാക്കിയിട്ട് ബാക്കി ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഐബ്രോസിൻ്റെ താഴെയായിട്ട് ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഐബ്രോസ് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒരുപാട് ഇംപെർഫെക്ഷൻസും മിസ്റ്റേക്സും ഉണ്ടാവും. കാരണം ഞാനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല. എനിക്ക് പറ്റുന്ന രീതിക്കാട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ.